എവ്രിവൺ. സോ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് AADയുടെ മോഡ്യൂൾ 4 ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മോഡ്യൂൾ 4 കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, ഡൈനാമിക് പ്രോഗ്രാമിങ്ങും ഗ്രീഡി അൽഗോരിതത്തിന് രണ്ടിടത്തിന് നമ്മൾ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്തത് എന്താണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഡൈനാമിക് എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് പഠിച്ചിട്ടുണ്ടല്ലേ, പക്ഷെ അതും ഇതുമായിട്ട് വലിയ റിലേഷൻ ഇല്ല. ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും. ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് നമ്മൾ സോൾവ് ചെയ്ത് അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. എന്നിട്ട് നമ്മളത് കമ്പൈൻ ചെയ്ത് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണല്ലോ ഡിവൈഡ് ആൻഡ് കോൺകർ. ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലത്തിന് നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുവരെ കറക്റ്റാണ്. ഇനി ഒരു പ്രോബ്ലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരൊറ്റ സൊല്യൂഷനായിരിക്കില്ല കാണുന്നത്. നമുക്ക് പല രീതിക്ക് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലോട്ട് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. എനിക്ക് കാറ് വേണേൽ യൂസ് ചെയ്യാം, എനിക്ക് ബസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഫ്ലൈറ്റ് യൂസ് ചെയ്താണേലും ചെയ്യാം. അപ്പം കാറ്, ബസ്, ഫ്ലൈറ്റ്, ഈ 3 സാധനങ്ങൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ചിലപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് കോസ്റ്റ് കുറവ് ഏതാണെന്ന് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ബസ്സിൽ പോകുന്നതാണ് കോസ്റ്റ് കുറവെന്നുണ്ടെങ്കിൽ ബസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, ചിലപ്പം ഒരു കണ്ടീഷൻ മാത്രമായിരിക്കില്ല, പല കണ്ടീഷൻസ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അപ്പം എൻ്റെ ഈ ഒരു സബ് പ്രോബ്ലത്തിന് ഈ ഒരു ആൻസർ വെച്ച് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സൊല്യൂഷൻസ് ഉണ്ടെങ്കിലും നമ്മളൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുവാണ് ഓരോ സബ് പ്രോഗ്രാമിനും. ഓക്കെ, ഓരോ സബ് പ്രോബ്ലത്തിനും നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷനെ നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്. ഒരു അറേ പോലത്തെ അല്ലെങ്കിൽ ഒരു ടേബിൾ പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുവാണ് ഇൻ സച്ച് എ വേ ദാറ്റ് പിന്നെയും ഈ ഒരു സൊല്യൂഷൻ നമ്മൾക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് എവിടെ നിന്നാലും എടുത്ത് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാവേ. അപ്പം 2 + 5 ആണ് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 2 + 5 എന്താണ്? 7 ആണ്. അപ്പം ഞാൻ ഈ 7 എന്ന് പറയുന്നത് 5 + 2 എന്നോ അല്ലെങ്കിൽ 2 + 5 = 7 എന്നോ ഞാൻ സ്റ്റോർ ചെയ്തു. അടുത്തത് ഞാൻ 3 + 2 + 5 എന്ന് പറഞ്ഞ് എനിക്കൊരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 + 5 എനിക്ക് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഡ് ഐ ക്യാൻ ടേക്ക് ദ സ്റ്റോർഡ് വാല്യൂ ആൻഡ് ഐ ക്യാൻ റീറൈറ്റ് ദിസ് എസ് 7. അപ്പോൾ 3 + 7 10. അപ്പോൾ ഇവിടെ നമ്മൾ എന്നാ ചെയ്ത് നമ്മളിവിടെ അനാവശ്യമായിട്ടുള്ള ഒരു കോമ്പ്യൂട്ടേഷൻ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അഗൈൻ സ്പീക്കിംഗ് അബൌട്ട് ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ വരുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ആർ ബ്രേക്കിംഗ് ദ കോംപ്ലെക്സ് പ്രോബ്ലം ഇൻ ടു എ കളക്ഷൻ ഓഫ് സബ് പ്രോബ്ലം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഈ ഒരു സബ് പ്രോബ്ലത്തിന് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഈ ഒരു സാധനം ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് we will store the result of the optimal solution. അപ്പോൾ സ്റ്റോറിങ് ആണ് വരുന്നത്, സ്റ്റോറിങ് ദ റിസൾട്ട് ഓഫ് ദി സൊല്യൂഷൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുവാണ് അല്ലെങ്കിൽ റീയൂസ് ചെയ്യാണ് ടു ഫൈൻഡ് ദ കോംപ്ലെക്സ് പ്രോബ്ലം. സോ 4 സ്റ്റെപ്സ് ആണ്. ബ്രേക്കിംഗ് ദ കോംപ്ലെക്സ് പ്രോബ്ലം, ഞാൻ വേണേൽ ഇവിടെ എഴുതാം. ഓക്കെ, ബ്രേക്കിംഗ് കോംപ്ലെക്സ് പ്രോബ്ലം, ബ്രേക്കിംഗ് ദ പ്രോബ്ലം ടു സബ് പ്രോബ്ലംസ്. സെക്കൻഡ് വൺ ഇസ് സോൾവിങ് ദ സബ് പ്രോബ്ലംസ്. ഒപ്റ്റിമലി എന്നുള്ളതാണ് നമ്മളുടെ ഹൈലൈറ്റ് കേട്ടോ, അത് മിസ്സാക്കല്ലേ. തേർഡ് വൺ സ്റ്റോറിങ് ദ റിസൾട്ട് ഓഫ് ദ സബ് പ്രോബ്ലംസ്. അത് കഴിഞ്ഞിട്ട് റീയൂസിങ് ദ സൊല്യൂഷൻസ് ടു ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് ദ മെയിൻ പ്രോബ്ലം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ വരുന്ന 4 സ്റ്റെപ്പ്.
ഇനി ഡൈനാമിക് പ്രോഗ്രാമിങ്ങിനെ പറ്റി നമുക്ക് പറയുമ്പോഴത്തേനും അതിന് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാം കേട്ടോ. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ആണ്. അതായത് നമുക്ക് നമ്മളുടെ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ദർ ആർ ചാൻസസ് ദാറ്റ് മോർ ദാൻ വൺ സബ് പ്രോബ്ലംസ് സെയിം ആണെന്നുള്ളത്. അതായത് ഞാൻ ഈ ഒരു പീനെ ഞാൻ S1, S2, S3, S4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് S1 ആൻഡ് S3 ആർ സെയിം. ഈ ഒരു സബ് പ്രോബ്ലംസ് സെയിം ആണെന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വിച്ച് മീൻസ് എന്താണ്? അത് ഓവർലാപ്പിംഗ് ആണല്ലേ. അപ്പം ആ ഒരു കേസിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കോമ്പ്യൂട്ടേഷൻസ് ചെയ്യാണ്ട് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ. ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ് പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിന് അതിന് സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് ഒപ്റ്റിമലി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളൊരു ചുമ്മാ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. പ്രോബ്ലം നമ്മൾക്ക് റിക്വയർമെൻറ്റിനനുസരിച്ചാണ് സോൾവ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഡീബഗ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയവും സ്പേസും എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ സ്റ്റോർ ചെയ്യുവാണല്ലോ ചെയ്യുന്നത്, നമ്മുടെ സൊല്യൂഷൻ സ്റ്റോർ ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മെമ്മറി സ്പേസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി ആണ്. ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം നമ്മൾ എടുത്തു എന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ട് രീതിക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്രീഡി അൽഗോരിതം ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുമ്പം നമ്മൾ സബ് പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പം അത് ഒപ്റ്റിമൽ ആണ് എന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകത്തുള്ളൂ. എന്നാൽ ഗ്രീഡി അൽഗോരിതം അങ്ങനെയല്ല. നമ്മളത് പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചിലപ്പം അത് ഒപ്റ്റിമൽ ആയിരിക്കാം, ചിലപ്പോൾ അത് ഒപ്റ്റിമൽ അല്ലായിരിക്കാം. ഇവിടെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് റിക്കേഷനാണ്. അപ്പം ഒരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പ്രോബ്ലത്തിന് S1, S2 അല്ലെങ്കിൽ പിന്നെയും P1, P2 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിവിഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പം ഈ ഒരു P1ഉം P2 നമ്മൾ റിക്കേഴ്സിവലി ചെയ്യുമ്പം നമുക്ക് S1 സൊല്യൂഷൻ കിട്ടുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഓഫ് റിക്കേഷൻ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിലുണ്ട്. അപ്പം റിക്കേഷൻ നമ്മളിവിടെ കൂടുതലും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി എന്താണ്? അതിൻ്റെ പേർപ്പസ് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സീരീസ് ഓഫ് ഡിസിഷൻ ഓർ സ്റ്റെപ്സ്, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമിന് നമുക്ക് പ്രോപ്പർ ഡെഫിനിഷൻ വേണം. അപ്പം നമ്മളൊരു പ്രോബ്ലം എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. എ പ്രോബ്ലം ഇസ് സെഡ് ടു സാറ്റിസ്ഫൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി ഇഫ് sub-solution of the optimal solution of the problem are themselves optimal solution of the sub-problem. കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ, ഈ പ്രോബ്ലത്തിന് നമ്മളൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിന് ഞാൻ സബ് പ്രോബ്ലംസ് P1ഉം P2 ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. they themselves should be optimal first. അതായത് സബ് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ themselves should be optimal so that അവർ പ്രോബ്ലംസ് സൊല്യൂഷൻ ഇസ് ഒപ്റ്റിമൽ. ഈ ഒരു കേസ് വരുവാണെങ്കിലാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പ്രോബ്ലം ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയതുപോലെ തന്നെ നമ്മൾക്ക് ആ പ്രോബ്ലത്തിൻ്റെ സബ് പ്രോബ്ലംസിൻ്റെ എല്ലാ ലെവലും, ഇപ്പം P1, P2, P3 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കണം കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിന് നമുക്ക് രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റിയുടെ കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഫിബൊനാച്ചി സീരീസ് ആണ് എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. രണ്ട് മെത്തേഡ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബുലേഷൻ, ടേബിൾ അല്ലെങ്കിൽ ഒരു അറേ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്, ബോട്ടം അപ്പ് അപ്രോച്ചാണ്. പിന്നെ വരുന്നത് മെമ്മറൈസേഷൻ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. മെമ്മറൈസേഷൻ സ്റ്റോറേജ്, നമ്മൾ മെമ്മറിയിൽ നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന പരിപാടിയാണ് മെമ്മറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് ഇതിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഫൈബൊനാച്ചി സീരീസ് ആണ് യൂസ് ചെയ്യുന്നത്, ഫിബൊനാച്ചി വാട്ടെവർ നിങ്ങളതെങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇവിടെ നമ്മൾ ആദ്യമേ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മെമ്മറൈസേഷൻ ടെക്നിക്കാണ്. ഓക്കെ, നമ്മൾ ഒരു ഫിബൊനാച്ചി സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 0,
എന്താണ് 0 1 2 3 5 0 ഇങ്ങനെ 1 1 2 3 5 ഇങ്ങനെയാണ് നമ്മളുടെ സീരീസ് വരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇപ്പം 0 1 എന്ന് പറയുമ്പോഴത്തേനും ഇവരുടെ രണ്ടുപേരുടെ സം എടുത്തിട്ടായിരിക്കും നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്. ഇവരുടെ രണ്ടുപേരുടെ സം എടുത്തിട്ടായിരിക്കും നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്. ഇവരുടെ രണ്ടുപേരുടെ സം എടുത്തിട്ടായിരിക്കും നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്. ഇവരുടെ രണ്ടുപേരുടെ സം എടുത്തിട്ടായിരിക്കും അടുത്ത നമ്പർ കിട്ടുന്നത്. ഇതാണല്ലോ നമ്മൾ സീരീസും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 0യോ 1 വന്നാൽ അതുപോലെ തന്നെ ഇരിക്കണം. 0യും 1 വന്നാൽ അതുപോലെ തന്നെ ഇരിക്കണം. പക്ഷെ അതർ ദാൻ 1 അല്ലാണ്ട് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? n-1 n-2 നമ്മൾ ഫൈബൊനാച്ചി സീരീസ് റൺ ചെയ്യുവാണ്. ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നിലത്തെ കൺസെപ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു സംഭവത്തിനെ ഞാൻ അൽഗോറിതമിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഒരു n നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ n നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് 1 അല്ലെങ്കിൽ 0 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ n, അല്ല എന്നുണ്ടെങ്കിൽ ഫിബൊനാച്ചി സീരീസിൻ്റെ ഈ സംഭവം പെർഫോം ചെയ്യണം, റിക്കേർഷൻ പെർഫോം ചെയ്യണം. FIB n-2 ആൻഡ് FIB n-1. അതായത് നമ്മൾ സീക്വൻസ് നമ്മൾ സമ്മപ്പ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണ്? ഇപ്പം എനിക്ക് ഇവിടുത്തെ ഇപ്പം ഇതെടുക്കാം, ഇവിടുത്തെ ഇപ്പം ഈ ഒരു വാല്യൂ ആണ്, എനിക്ക് അടുത്ത വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് n ആണെങ്കിൽ n-1ഉം n-2, ഇപ്പം ഇവരുടെ പൊസിഷൻ ഇങ്ങനെ n-1 n-2 ഇവർ തമ്മിലല്ലേ അഡീഷൻ വരുന്നത് അല്ലേ? അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറൊരു നമ്മൾ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? മെമ്മറൈസേഷൻ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പം എനിക്കൊരു ഫൈബൊനാച്ചി സീരീസ് 5ൻ്റെ എന്താണ് ഈ സീരീസ് വെച്ച് കണ്ടുപിടിക്കണം. അതായത് ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കണം? എന്താണ് 0 1 0 1 1 2 3 5. ഈ 5 എനിക്ക് കിട്ടണം. ഓക്കെ, അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ 5 സീരീസ് ആണ് നമ്മളിവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇവിടെ ഇനിയിപ്പം ഞാൻ ആദ്യമേ ഈ ഒരു ഫിബൊനാച്ചി 5 ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻറ്റ് n എന്ന് പറയുന്നത് 5 ആണ്. അപ്പം ഇൻറ്റ് n എൻ്റെ 5 ആണ്. അപ്പോൾ ഈ 5 ഇസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ കോൾ ഫിബൊനാച്ചി n-2. അപ്പോൾ 5 - 2 is 3 ആൻഡ് n-1 5 - 1 is 4. അപ്പം ഞാൻ എങ്ങനെ എഴുതുന്നു? ഈ ഒരു സീരീസിന് ഐ ക്യാൻ കോൾ ഇറ്റ് as 5 of 3 ആൻഡ് FIB of 4. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഈ ഫിബൊനാച്ചി സീരീസ് ഓഫ് 3 ഞാൻ എങ്ങനെ എടുക്കുന്നത്? പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ വേണമെങ്കിൽ ഇവരുടെ വാല്യൂസ് ഞാൻ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനൊരു അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണ്? ഞാൻ ഇനീഷ്യലി 0, അത് കഴിഞ്ഞ് 1, അത് കഴിഞ്ഞ് പിന്നെ 2, അത് കഴിഞ്ഞ് 3. അങ്ങനെ 5 വാല്യൂസ് ഉണ്ടല്ലോ, 5 വാല്യൂസ്. ഓക്കെ, 4 ഉം 5 ഉണ്ടല്ലേ? 0 1 2 3 4 5. ഇപ്പോൾ ഇവിടെ കൂടെ ഞാൻ ഒരെണ്ണം ഇടാം. ഓക്കെ, ഇനി അടുത്തത് 0 1 2 3 4 5. അപ്പം ഞാനൊരു സ്റ്റോറേജിനായിട്ട് ഞാനൊരു അറേ പോലെ എടുക്കുവാണ്. അപ്പം ഇവിടെ ഞാൻ എല്ലാത്തിൻ്റെയും വാല്യൂ തൽക്കാലത്തിന് -1 ആയിട്ട് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം 5 നമുക്കറിയില്ല, 5 - 1, 3യും 4 നമുക്കറിയില്ല -1. നമുക്കിവിടെ നമ്മളുടെ ക്വസ്റ്റ്യന് കൊടുത്തേക്കുന്ന ഇത്രയേ ഉള്ളൂ. 0 വന്നാലോ 1 വന്നാലോ നമുക്ക് 0 and 1 ആണ് വരുന്നത്. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാനിവിടെ 0 വന്നു കഴിഞ്ഞാൽ 0 എന്നും 1 വന്നു കഴിഞ്ഞാൽ 1 എന്നും ഞാൻ എടുത്ത് എഴുതുവാണ്. വൈ ഫ്രം ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യാനുള്ളത്? നമുക്കിത് കുറച്ചതായിട്ടാക്കാവേ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫിബൊനാച്ചി സീരീസ് 5 ഞാൻ 3യും 4ഉം എടുത്തു. ഇനി ഞാനിപ്പം ഫസ്റ്റ് ഞാൻ ലെഫ്റ്റ് സബ് ട്രീ സോൾവ് ചെയ്യാണ്. ലെഫ്റ്റ് സബ് ട്രീ സോൾവ് ചെയ്ത് കഴിഞ്ഞ് റൈറ്റിലോട്ട് വരിക. ഓക്കെ, എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. റൂട്ടിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോവുക, അത് കഴിഞ്ഞ് റൈറ്റിലോട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 3 കിട്ടി. അപ്പം ഞാൻ എൻ്റെ പുതിയ n 3 ആണ്. 3 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്? 3 - 2 എന്താണ്? 1 ആണ്. 3 - 1 2 ആണ്. So again I am dividing this to Fibonacci series of 1 and Fibonacci series of 2. Okay, അപ്പോൾ ഇനി Fibonacci series of 1 എന്താണ്? ഇറ്റ് ഈസ് 1 അല്ലേ? നമുക്കിവിടെ നിന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. അപ്പം നമുക്ക് വേണേൽ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് നോക്കാം. Fibonacci series of 1 is 1. ഓക്കെ, കാരണം n is less than or equal to 1. So return n. അപ്പം നമ്മളുടെ ലെഫ്റ്റ് സബ് ട്രീ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി റൈറ്റ് സബ് ട്രീ നോക്കാം. ഫിബൊനാച്ചി സീരീസ് ഓഫ് 2 എന്താണ്? അപ്പോൾ again n is equal to 2. 2 വരുമ്പോഴത്തേന് എന്താണ്? 2 - 2 0 ആണ്, ആൻഡ് ദെൻ 2 - 1 1 ആണ്. സോ again I am dividing this into Fibonacci of 0 and Fibonacci series of 1. So Fibonacci of 0 എന്താണ്? That's nothing but 0 ആണല്ലേ?
ഓക്കെ, അത് 0 ആണ്. ആൻഡ് ദെൻ ഫിബൊനാച്ചി സീരീസ് ഓഫ് 1 ഇസ് നത്തിങ് ബട്ട് 1. ഓക്കെ, ഇനി അടുത്തത് ഹൗ ടു ഫൈൻഡ് ഫിബൊനാച്ചി സീരീസ് ഓഫ് 2. വാട്ട് ഇസ് മൈ റിട്ടേൺ? റിട്ടേണിൽ നമ്മൾ അഡീഷൻ ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ റിട്ടേണിൽ അഡീഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വി ആർ ഗോയിങ് ടു ആഡ് 0 ആൻഡ് 1. സോ മൈ ഫിബൊനാച്ചി 2 വിൽ ബി 1. സെക്കൻഡ് പൊസിഷനിലുള്ളത് 1 ആയിരിക്കും. Okay, and now what am I doing? I am going to my array, and what is the value of 2 there? It is എന്താണ് -1 ആണ് അവിടെ അല്ലേ? -1 മാറ്റി ഞാൻ 1 ഇവിടെ പ്ലേസ് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പിന്നെയും മുകളിലോട്ട് പോവാണ്. ഇപ്പോൾ ഫിബൊനാച്ചി സീരീസ് ഓഫ് 3 എന്താണ് നമ്മൾ നോക്കുവാണ്. 3 എന്താണ്? 1 പ്ലസ് ഇവിടെയും 1 ആണ്. 1 + 1 is 2. സോ 3യുടെ അവിടെ -1 കിടക്കുന്നിടത്ത് നമ്മൾ മാറ്റി 2 എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇനി ഫിബൊനാച്ചി സീരീസ് ഓഫ് 5 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റൈറ്റ് സബ് ട്രീയും കൂടെ സോൾവ് ചെയ്യണം. ഓക്കെ, റൈറ്റ് സബ് ട്രീ എങ്ങനെയാണ് ഇപ്പോൾ സോൾവ് ചെയ്യുക? നമ്മൾ 4 ഫിബൊനാച്ചി സീരീസ് ഓഫ് 4 എടുത്തു. 4 ഇനി ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? നമ്മുടെ n is equal to 4, ഇറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല. സോ ഇറ്റ് ഇസ് 2 ആൻഡ് 4 - 1 3. സോ again I am breaking this into ഫിബൊനാച്ചി സീരീസ് ഓഫ് 2 ആൻഡ് ഫിബൊനാച്ചി സീരീസ് ഓഫ് 3. ഓക്കെ, ഇനി ഫിബൊനാച്ചി സീരീസ് ഓഫ് 2 എന്താണ്? ഫിബൊനാച്ചി സീരീസ് ഓഫ് 2 again what will it be? ഫിബൊനാച്ചി സീരീസ് ഓഫ് 2 എന്താണ് വരുന്നത്? 2 again it will be ഫിബൊനാച്ചി ഓഫ് 0 ആൻഡ് ഫിബൊനാച്ചി ഓഫ് 1. ഇവിടെ 3 എങ്ങനെയാണ് വരുന്നത്? 3 എങ്ങനെ വരുന്നത്? ഫിബൊനാച്ചി ഓഫ് 3 - 1 1 ആൻഡ് ഫിബൊനാച്ചി ഓഫ് 2 വരും. എഗെയിൻ ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്താണ്? ഫിബൊനാച്ചി 0യുടെ വാല്യൂ 0 ആണ്. ഇതിൻ്റെ 1ൻ്റെ വാല്യൂ 1 ആണ്. ഇവിടെയും 1 ആണ്. ഇവിടെ 2 എഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫിബൊനാച്ചി ഓഫ് 0 ആൻഡ് ഫിബൊനാച്ചി ഓഫ് 1. സോ ദിസ് ഇസ് അഗെയിൻ വിൽ ബി 0 ആൻഡ് 1. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്ത് എന്താ ചെയ്യുന്നത്? ഫിബൊനാച്ചി 0 0 ആണ്. ഫിബൊനാച്ചി 1 1 ആണ്. ഫിബൊനാച്ചി 2 എന്താണ്? 1 ആണ്. ഇറ്റ്സ് ഓൾറെഡി 1 ഹിയർ. സോ നോ പ്രോബ്ലം, ലീവ് ഇറ്റ്. ഇവിടെ ഫിബൊനാച്ചി 3 എന്താണ്? 1 + 2. 1 is nothing but 1. 2 is nothing but 2. നമ്മളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. സോ 2 + 1 is what is ഫിബൊനാച്ചി ഓഫ് 2 + 1 അല്ലല്ലോ. സോ ഇറ്റ് ബി സോറി 2 അല്ല കേട്ടോ, ഇത് 1 തന്നെയാണ് ഇതിൻ്റെ വാല്യൂ. 1 + 1 is nothing but 2. That is already there here. സോ നോ പ്രോബ്ലം. ഇനി അടുത്ത 4ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്താണ്? ഫിബൊനാച്ചി ഓഫ് 2 എന്താണ്? ഇറ്റ് ഇസ് 1. ഫിബൊനാച്ചി ഓഫ് 3 is 2. 2 + 1 is nothing but 3. അപ്പോൾ ഇവിടെ നമ്മൾ -1 ഉള്ളത് മാറ്റി 3 ആക്കുക. ഇനി നമ്മൾക്ക് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാനാണ്. ഈ ഒരു സബ് ട്രീയുടെ മൊത്തത്തിലുള്ള റിസൾട്ട് എന്താണ്? ഫിബൊനാച്ചി ഓഫ് 3 is 2. ഫിബൊനാച്ചി ഓഫ് 4 is 3. അപ്പം 2 + 3 വാട്ട് ഈസ് ദി ആൻസർ? ഇറ്റ് വിൽ ബി 5. സോ ഈ -1 മാറ്റി നമ്മൾ 5 ചെയ്യുക. ഓക്കെ, അപ്പം ഇതെന്താണ് നമ്മളിവിടെ ചെയ്തത്? ഇവിടെ നമ്മൾ ഫിബൊനാച്ചി സീരീസ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. നമ്മൾ ബ്രാഞ്ചിങ് ആണ് ഇവിടെ ചെയ്തത് അല്ലേ? ബ്രാഞ്ചിങ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഈ സാധനം കണ്ടുപിടിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെന്താണ് റിക്കേഴ്സീവ്ലി ആണ് കോൾ ചെയ്തത്. ഇനി ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇപ്പോൾ FIB 1, ഇവിടെ FIB 1, ഇവിടെ ഇപ്പോൾ FIB 1, എല്ലായിടത്തും FIB 1. അപ്പം ഇവിടെ എന്തിനാണ് നമ്മൾ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ ഞാൻ ഈ ഒരു ഫിബൊനാച്ചി സീരീസ് 1 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം വാട്ട് ഐ നീഡ് ടു ലുക്ക്, ഐ ജസ്റ്റ് നീഡ് ടു ലുക്ക് ഇൻ മൈ ടേബിൾ. അപ്പം ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് സ്ട്രെയിറ്റ് വാല്യൂ എഴുതാം. ഇവിടെ ആണെങ്കിലും ഈ ഒരു സാധനത്തിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാല്യൂ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഒരു ട്രീ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈ ഒരു ട്രീ എന്നല്ല, ലൈക്ക് ഇനി ഈ ഇവിടുന്ന് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രീ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിടികിട്ടി? അപ്പോൾ അനാവശ്യമായിട്ടുള്ള കോമ്പ്യൂട്ടേഷൻസ് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മെമ്മറൈസേഷൻ യൂസ് ചെയ്തിട്ട് ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറയായിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ്? ഇനി നമുക്ക് എന്താണ് ഈ ഒരു സംഭവം, ഈ ഒരു ട്രീയിൽ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് എന്താണ് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ബേസിക്കലി നമ്മളോട് ഫോളോ ചെയ്തത് അല്ലേ? ടോപ്പിൽ നിന്നും നമ്മൾ താഴോട്ട് വാല്യൂസ് കണ്ടുപിടിച്ച് വരുമായിരുന്നു ചെയ്തത്. അതാണ് മെമ്മറൈസേഷൻ പറയുന്നത്. പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 15 കോൾസാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കുറേ സ്റ്റോറേജ് സ്പേസും ഉണ്ടാവും. അപ്പം നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. എന്താണ്? ടാബുലേഷൻ മെത്തേഡ്. ടാബുലേഷൻ മെത്തേഡിൻ്റെ അൽഗോരിതമാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തേക്കുന്ന ടാബുലേഷൻ്റെ ഒരു അൽഗോരിതമാണ്. എഗെയിൻ ഞാൻ എന്താണ് ഒരു അറേ ക്രിയേറ്റീവാണ്. അതിന് 1 2 3 4 and 5. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ അടുത്ത് എഴുതി.
ഇനി നമ്മൾക്ക് 0 1 2 3 4 5 ഓക്കെ. നമുക്ക് 0യും 1ൻ്റെയും വാല്യൂസ് എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ. 0ൻ്റെയും 1ൻ്റെ വാല്യൂസ് എന്താണ്? ഇറ്റ് ഇസ് 0 ആൻഡ് 1. അപ്പം n=0 വരുന്ന കേസിൽ 0യും n=1 വരുന്ന കേസിൽ 1ഉം ആണ്. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. int I is equal to 2 I less than n and I plus plus n എന്ന് പറയുന്നത് നമ്മുടെ 5 ആണ്. f of I is equal to f of I minus 2 plus I minus 1. അപ്പം നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള രണ്ടെണ്ണം ഇല്ലേ, അത് ആഡ് ചെയ്യുക ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ്. അപ്പം 1 + 1 is 1. റിട്ടേൺ. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് പോവേ. അടുത്തത് എന്താണ്? ഇപ്പോൾ ഫോർ ലൂപ്പ് തീരുന്നില്ലല്ലോ. അപ്പം I അടുത്തത് എന്തായി? 3i. എന്താണ്? ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴത്തേനും. അപ്പം തേർഡിലോട്ട് എങ്ങനെയാണ്? അപ്പം f of I will be I minus 2 and I minus 1. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. that is nothing but 2. അടുത്തത് I is equal to 4 ആണ്. I is equal to 4 എന്താണ്? I minus 1 and I minus 2, that is 3. ഇനി അടുത്തത് I is equal to 5, that is less than or equal to n ആണ് അല്ലേ. that is nothing but പ്രീവിയസ് രണ്ടെണ്ണം ആഡ് ചെയ്യാം, 5. സോ നിങ്ങൾ നോക്കിക്കേ, ഒരു ടേബിൾ ഉള്ളപ്പോഴത്തേന് ഞാനിവിടെ ഈ ഗ്രാഫും വരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമോ അല്ലെങ്കിൽ റിക്കേഴ്സീവായിട്ട് നമ്മൾ വിളിക്കേണ്ട ആവശ്യങ്ങളോ, റിക്കേഴ്സീവായിട്ടെന്നല്ല ലൈക്ക് പിന്നെയും ഒരേ ഫംഗ്ഷൻ തന്നെ റിക്കേഴ്സീവ്ലി കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ടാബുലാർ മെത്തേഡിൽ വി ഗോട്ട് ദാറ്റ് വാട്ട് ഈസ് എഫ് ഓഫ് ഐ, ദാറ്റ് ഇസ് 5 നമുക്ക് റിട്ടേൺ ചെയ്തു. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ഈ വാല്യൂ എന്താണ്? 5 ആണ് അല്ലേ. അത് തന്നെ നമുക്ക് ഇവിടെ നിന്നും റിട്ടേൺ ചെയ്തു. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. അപ്പോൾ ഇവിടെ മെമ്മറൈസേഷനിൽ നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ചെയ്തത്. മെമ്മറൈസേഷനിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ടാബുലേഷൻ വരുന്നത് ബോട്ടം അപ്പാണ്. അതായത് ബോട്ടത്തിൽ നിന്ന് നമ്മൾ എന്താണ് നമ്മുടെ ട്രീയുടെ ഇപ്പോൾ 0 ഇത് 1 എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്. അടുത്തത് ഓക്കെ, അടുത്തത് പിന്നെ നമ്മളടുത്ത് കണക്ട്, ഇങ്ങനെ കണക്ട് ചെയ്ത് താഴേന്ന് മണ്ടയിലോട്ടാണ് നമ്മൾ ലീഫ് നോട്ട്സിൽ നിന്ന് ടോപ്പ് നോട്ട് എത്തിപ്പെടുകയായിരുന്നു ചെയ്തത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി എന്താണ് ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ.